നമസ്കാരം കൂട്ടുകാരെ, ഗോൾ വിന്നർ പ്രസൻസ് മാസ്റ്റർ ഷെഫ് പിള്ളെ 1 മിനിറ്റ് ബ്രേക്ക്ഫാസ്റ്റ് പാർട്ട്ണർ ഗ്രെയിൻ ആൻഡ് ഗ്രേസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എന്നത്തെ പോലെ ഇന്ന് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. ഷാലു കുര്യനാണ് ഇന്നത്തെ അതിഥി. നമുക്ക് സ്വാഗതം ചെയ്യാം. ഷാലു, നമസ്കാരം. ഒരുപാട് സന്തോഷം. എന്തൊക്കെയാണ് പുതിയ വർഷത്തെ വിശേഷങ്ങളൊക്കെ? പുതിയ വർഷത്തെ വിശേഷങ്ങൾ എപ്പോഴത്തെയും പോലെ പല പല പ്രൊജക്ട്സ് വരുന്നു, സംസാരിക്കുന്നു, നല്ലത് നോക്കി സെലക്ട് ചെയ്യണം, അങ്ങനെയുള്ള തീരുമാനത്തിലിരിക്കുകയാണ്. ഷെഫിന് എന്തൊക്കെയാണ് വിശേഷങ്ങൾ, പുതിയ വിശേഷങ്ങൾ? ഒരുപാട് വിശേഷം. ഇപ്പൊ ഇതിന്റെ ഇടയിൽ റെസ്റ്റോറന്റ് ഒക്കെ തുടങ്ങി. ഭയങ്കര സന്തോഷമാണ്. ഓരോ സ്ഥലത്ത് നമ്മൾ ഇങ്ങനെ ഭക്ഷണം ആളുകൾ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും ഭയങ്കര ഹാപ്പിനെസ് കാര്യമാണ്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റ്സ് ഓരോ സ്ഥലത്ത് വരുമ്പോൾ ട്രിവാൻഡ്രത്ത് എവിടെ നിന്ന് തുടങ്ങും, മറ്റെടുത്ത് തുടങ്ങും. അപ്പോൾ ഇങ്ങനെ പുതിയ പുതിയ പ്രൊജക്റ്റുകൾ, അതിൻ്റെ കൂടെ ഈ ഒരു ഷോയും കൂടെ ചെയ്യുന്നതിൻ്റെ ഭയങ്കര ബിസിയാണ്. പക്ഷെ ഭയങ്കര രസമാണ്. ഇത്ര ആൾക്കാരെ മീറ്റ് ചെയ്യുന്നു, അവരുമായിട്ടൊക്കെ സംസാരിക്കുന്നു. അപ്പോൾ ആ രീതിയിൽ ഒരു ബിസി ആയിട്ടുള്ള ഒരു ഹാപ്പിനെസ് ആയിട്ടുള്ള ഒരു ഇയർ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ആക്ച്വലി ഞാൻ സോഷ്യൽ മീഡിയയിൽ ഷെഫിനെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടപ്പെട്ട ആർട്ടിസ്റ്റിന്റെ കൂടെ ഉള്ള റീസെന്റ് ആയിട്ട് മീറ്റ് ചെയ്തെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്, കമൽ സാറിനെ. അതെ അതെ അല്ലേ, കമൽ സാറിനെ കാണാൻ പോയി. അത് വിക്രം സിനിമയുടെ ഷൂട്ടിന്റെ ഇടയിൽ, ഷൂട്ടല്ല, പടം ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പാണ്. അപ്പൊ അന്നൊന്നും നമ്മൾ അറിയുന്നില്ല ഈ പടം ഇത്രയും ബ്രഹ്മാണ്ഡ വിജയമാവുന്നു. അപ്പൊ അതിന്റെ സെലിബ്രേഷന് വേണ്ടിയിട്ട് പോയി, ചെന്നൈയിൽ പോയി. അദ്ദേഹത്തിന് മത്തി ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹത്തിന് കൊടുക്കുന്ന മത്തിയുടെ കണക്കുള്ള സാധനമാണ് ഇന്ന് ഷാലുവിന് ഉണ്ടാക്കുന്നത്. ഞാനൊരിക്കൽ ലിസ്ബണിൽ പോയി. ലിസ്ബണിൽ അവിടെ ഒരു റെസ്റ്റോറൻറ്റ് പ്രൊജക്റ്റുമായിട്ട് പോയതാണ്. അപ്പോൾ അവിടെ ലിസ്ബൺ മാർക്കറ്റ് ഏറ്റവും യൂറോപ്പിൽ എല്ലായിടത്തും നല്ല നല്ല സീ ഫുഡ് കിട്ടും. പക്ഷേ ഈ പോർച്ചുഗലിൽ പോയി ഞാൻ കഴിച്ച സീ ഫുഡ് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത. ആ മാർക്കറ്റിൻ്റെ അവിടെയൊക്കെ എല്ലാത്തരം മത്സ്യങ്ങളും ഭയങ്കരമായിട്ട്, സ്കാലപ്സ്, ലോബ്സ്റ്റർ, ഒരു പ്രത്യേക ഫ്ലേവർ. നമ്മളിവിടെ നാട്ടിൽ കാണാത്ത പലതരം മത്സ്യങ്ങളും അവിടെ കിട്ടും. അപ്പോൾ അവിടെ ആ മാർക്കറ്റിൻ്റെ അവിടെ ഒരു ലോക്കൽ റെസ്റ്റോറൻറ്റ്, എൻ്റെ അടുത്ത് ഒരു ഫ്രണ്ട് പറഞ്ഞു അവിടെ ഒരു ഭയങ്കര കടയുണ്ട്, മത്തി മാത്രമേ ഉള്ളൂ. മത്തി എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കില്ല മീൻ പൊരിച്ച് ഇങ്ങനെ തരുമല്ലേ, ഒന്നുമില്ല. അവിടെ ഒരു ചെറിയൊരു റൈസ്, കുറേ ബീൻസ്, മത്തി, കുറച്ച് പാലക്ക്, എല്ലാം കൂടെ ബട്ടറിനകത്ത് ഉപ്പും കുരുമുളകും മാത്രം ഇട്ടിട്ട് പാനിനകത്തിട്ട് ഗ്രില്ല് ചെയ്ത് ഒരു പ്ലേറ്റിനകത്ത് എണ്ണമാണ് 15 എണ്ണ 20 എണ്ണ ഒക്കെ വെച്ചിട്ടാണ് 20 മത്തി ഇങ്ങനെ നിരത്തി ഇങ്ങിട്ട് തരും. നമുക്ക് വെറുതെ നമ്മളെല്ലാം മുളക് പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് വറുത്ത് പൊരിച്ച് തിന്നുന്നത്. അതിട്ടിട്ട് ഇങ്ങനെ കഴിച്ച് എനിക്ക് ഭയങ്കര ഒരു ഇതാണ്. ആ സാധനമാണ് ഇന്ന് ഷാലുവിന് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് സിമ്പിൾ. ചെറിയ മത്തിയാണ് നമ്മൾ ഇന്ന് എടുത്തേക്കുന്നത്. ചെറിയ മത്തി. ഇത് ഭയങ്കര സ്വാദാണ്. ഏത് തരം മത്തിയാലും കുഴപ്പമില്ല. ഇതിനകത്ത് വെറും ഉപ്പും കുരുമുളകും മാത്രം ഇട്ടിട്ട് ബട്ടറിനകത്ത് ഗാർലിക് ഇടും. എന്നിട്ട് അതേ സാധനങ്ങൾ ഇട്ടിട്ട് കുറച്ച് ബട്ടറിനകത്ത് പാലക്കാണ്, സ്പിനച്ച്, ബേബി സ്പിനച്ചാണ് അന്ന് അവിടെ തന്നത്. അത് ഇവിടെ കിട്ടാഞ്ഞുകൊണ്ട് നമ്മുടെ നോർമൽ പാലക്കാണ്. ഇപ്പോൾ പാലക്ക് കിട്ടിയില്ലെങ്കിൽ ചീരയില ആവാം, അല്ലെങ്കിൽ നീളത്തിലുള്ള ബീൻസ് ജസ്റ്റ് വെള്ളത്തിൽ നിന്ന് ബ്ലാഞ്ച് ചെയ്തിട്ട് അങ്ങനെയൊക്കെ എന്ത് വേണേലും ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഷാലുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്തൊക്കെയാണ്? എനിക്ക് നോൺ വെജ്, എല്ലാത്തരം നോൺ വെജുകളും ഇഷ്ടമാണ്, എക്സെപ്റ്റ് പോർക്ക് ഞാൻ കഴിക്കാറില്ല, വീട്ടിൽ ഉണ്ടാക്കാറുമില്ല. പക്ഷെ മീൻ കഴിക്കും, ചിക്കൻ കഴിക്കും, ബീഫ് കഴിക്കും. എനിക്ക് ആക്ച്വലി എല്ലാ ദിവസവും ഒരു നോൺ വെജ് ഉണ്ടെങ്കിൽ സന്തോഷം എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. വീട്ടിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് ഇപ്പൊ ഒരു ഗസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ് കുക്ക് ചെയ്ത് കൊടുക്കാറ്? ഞാൻ നോൺ വെജ് തന്നെ ആയിരിക്കും എന്തായാലും പ്രിഫർ ചെയ്യുന്നത്. ഒന്നെങ്കിൽ ബീഫ്, നോർമൽ ബീഫ് കറിയോ അല്ലെങ്കിൽ റോസ്റ്റ്, അങ്ങനെ എന്തെങ്കിലും, ചിക്കൻ കറി, അങ്ങനെ എന്തെങ്കിലും. അതായത് എനിക്ക് അതിൽ സ്പെഷ്യലൈസ് ചെയ്ത സംഭവങ്ങളൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല. നോർമലി നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ചിക്കൻ കറി, മീൻ കറി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഷാലു എന്നൊക്കെ നമുക്കാണ് അറിയാം. നിങ്ങളെ നാട്ടുകാർ മൊത്തം അറിയപ്പെടുന്ന വർഷം. ആ ഒരു എക്സ്പീരിയൻസ് അല്ലേ, ഒരു ഇത്രയും ആളുകളുടെ ഹൃദയത്തിലേക്ക് എത്തപ്പെട്ട ഒരു സീരിയൽ, ഒരുപാട് കുടുംബ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട ആ പേര്. ഞാനും സീരിയലൊന്നും കാണത്തില്ല. അപ്പൊ പക്ഷെ ഇങ്ങനെയുള്ള പേരുകൾ ഏറ്റവും ഹിറ്റായിട്ടുള്ള ആൾക്കാർ വീടുകളിൽ പറയുമല്ലോ. അപ്പൊ ഈ ചന്ദനമഴ എന്ന് പറഞ്ഞ ഒരു പേര് മലയാളികളുടെ ഇടയിൽ വന്നു. അപ്പൊ ആ വർഷം എന്നുള്ള രീതിയിലായി. ആ ഒരു എക്സ്പീരിയൻസ് ഷാലു എങ്ങനെയാണ് ഓർക്കുന്നത്, എങ്ങനെയൊക്കെയാണ്? ചന്ദനമഴ എന്ന് പറയുന്ന സീരിയൽ എന്ന് പറയുന്നത്, ഞാൻ സീരിയൽ ഇൻഡസ്ട്രിയിൽ റീ എൻട്രി ചെയ്യുന്ന സമയത്ത്, അതായത് ആദ്യത്തെ ഒരു കുറച്ച് സീരിയൽസ് ചെയ്തു, അത് കഴിഞ്ഞ് ബ്രേക്ക് എടുത്തു, പഠിത്തം കാര്യങ്ങളായിട്ട് പോയി. അത് കഴിഞ്ഞ് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് ഈ ചന്ദനമഴയുടെ ഹിന്ദി പതിപ്പ് ഇറങ്ങുന്നത്. അപ്പോൾ ഞങ്ങൾ കോളേജിലെ പിള്ളേരെല്ലാം കൂടെ ചേർന്നിട്ട് അവരവരുടെ വീടുകളിലിരുന്ന് ഈ സീരിയൽ കാണുമായിരുന്നു. ആരെങ്കിലും മിസ് ചെയ്താൽ പിറ്റേ ദിവസം വന്ന് കഥ പറയുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ സീരിയലിന് ഭയങ്കര അഡിക്റ്റായി, ഹിന്ദി സീരിയലിന് അഡിക്റ്റായി. ഭാഷയൊന്നും അറിഞ്ഞിട്ടല്ല, പക്ഷെ എന്തോ ഇതിന് സിറ്റുവേഷൻസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് സംഭവം എന്നുള്ളത്. അപ്പോൾ അതിനകത്ത് ഞാൻ ചെയ്ത അതേ ക്യാരക്ടർ ഹിന്ദിയിലെ ആ കുട്ടി ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കും, ഷോ ഇതെനിക്ക് ചെയ്യാൻ പറ്റിയിരുന്ന ഞാൻ കുറച്ചുകൂടെ നന്നാക്കിയത് എന്നൊക്കെ. ഒരു കാര്യമില്ല, വെറുതെ ഇത് ചിന്തിക്കുമായിരുന്നു. അന്നിപ്പം ഈ സീരിയൽ മലയാളത്തിൽ വരുമെന്നൊന്നും ആരും ചിന്തിച്ചിട്ടും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഡിഗ്രിയൊക്കെ കഴിഞ്ഞു, സീരിയൽ കാഴ്ചയും അങ്ങനെ അങ്ങ് തീർന്നു. അത് കഴിഞ്ഞ് പിന്നെ സീരിയലിലേക്ക് റീ എൻട്രി ആയിരിക്കുന്ന സമയത്ത്, അത്യാവശ്യം നല്ല ക്യാരക്ടേഴ്സൊക്കെ ചെയ്തിരിക്കുന്ന സമയത്താണ് ജയകുമാർ സാറ് വിളിച്ചിട്ട് ഇതുപോലെ സാത് നിഭാന സാത്യ എന്ന് പറഞ്ഞ സീരിയൽ മലയാളത്തിൽ ചെയ്യാൻ പോവുകയാണ്. ചന്ദനമഴ എന്നാണ് പേര്. അതിൽ ഇതേ ക്യാരക്ടർ
ഈ ക്യാരക്ടർ ചെയ്യാനായിട്ട് വില്ലത്തി ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്, അപ്പൊ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചു. നമ്മളുടെ മനസ്സിൽ 10 ലഡു ഒരുമിച്ചൊക്കെ പൊട്ടി. കാരണം മനസ്സിൽ ഓൾറെഡി നമ്മൾ മനസ്സിൽ ഇത് ഞാൻ ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് വിചാരിച്ചിരുന്ന ഒരു ക്യാരക്ടർ എന്നെ തേടി വന്നപ്പം അത് വല്ലാത്തൊരു ബ്ലെസ്ഡ് മൂമെന്റ് എന്നായിരുന്നു. അത് പറയുമ്പോ തന്നെ മനസ്സിലാവും എന്താണ് ഫീലിംഗ്. അത് കഴിഞ്ഞ് ഞാൻ ക്യാരക്ടർ ചെയ്ത് അത് ഇത്ര ഹിറ്റ് ആവുമെന്ന് ഞാൻ സ്വപ്നത്തിലും വിചാരിച്ചില്ല. ആ സീരിയൽ കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര 5-6 വർഷമായി. സീരിയൽ 1000 എപ്പിസോഡ് ഓടുകയും ചെയ്തു. ഇപ്പോഴും പലർക്കും എന്റെ പേര് വർഷ എന്നല്ലാതെ ഷാലു കുര്യൻ എന്നുള്ള പേര് ആർക്കും. അതെ, വർഷ എന്നുള്ളതാണ് എല്ലാവർക്കും അറിയുന്ന പേര് ഇപ്പോഴും. ഏറ്റവും കൂടുതൽ ആളുകൾ പോയി കണ്ട ഒരു അനുഭവം നിങ്ങൾ എവിടെയെങ്കിലും ഈ ഒരു വേഷം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ആളുകൾ പല രീതിയിലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടോ? എൻ്റെ അടുത്ത് ഒത്തിരി പേര് ചോദിച്ചേക്കുന്നത് ഈ വർഷ എന്ന് പറഞ്ഞ കഥാപാത്രത്തെ കണ്ട ആൾക്കാരുടെ തല്ല് കിട്ടിയിട്ടുണ്ടോ, കാരണം വില്ലത്തി ക്യാരക്ടറാണല്ലോ, തല്ല് കിട്ടിയിട്ടുണ്ടോ പിച്ച് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷെ എൻ്റെ ഈ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ വില്ലത്തി ആണെങ്കിലും ഒരു മണ്ടിയായിരുന്നു. അതായത് അമ്മ ഇങ്ങനെ സ്ക്രൂ ചെയ്യുന്ന അനുസരിച്ച് പൊട്ടത്തരം കാണിക്കുന്ന ഒരു ക്യാരക്ടർ, ഒരു കുറച്ച് ഫണ്ണി ആയിട്ടുള്ള എന്നാ വില്ലത്തരം ഉള്ള ഒരു മണ്ടി ക്യാരക്ടർ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ആൾക്കാരെ തല്ലും ബഹളമൊന്നും എനിക്ക് കിട്ടിയില്ല. ഈ കവിളത്തിങ്ങനെ പിച്ച് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ കുറുമ്പി അമൃതനൊക്കെ പറഞ്ഞിട്ട് പറയുന്നതിനിടയ്ക്ക് നമ്മൾ ചെയ്തത് ആദ്യം തന്നെ ഈ ചെറിയ മത്തി കല്ലുപ്പും നല്ല ക്രഷ് ചെയ്ത്, അതായത് ചതച്ച കുരുമുളക് വിട്ട് കുറച്ച് വെളുത്തുള്ളി ഇട്ടിട്ടൊന്ന് മറിനേറ്റ് ചെയ്ത് 5 മിനിറ്റ് വെച്ചു. ഒരു പാൻ നന്നായിട്ട് ചൂടാക്കി ബട്ടർ ഒന്ന് മെൽറ്റ് ആയപ്പം ഈ മത്തി അങ്ങനെ ഇടുകയാണ്. അപ്പോൾ ഈ ബട്ടറിനകത്ത് കിടന്ന് ഗാർലിക്കിൻ്റെ കൂടെ ഈ സാഡിൻസ് ഗ്രില്ലാവും. അതിനകത്ത് കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കും നമ്മൾ. ഇതൊന്നും അവിടെ ഇല്ലായിരുന്നു, നമ്മുടെ അവിടെ വൈറ്റ് ഓണിയൻസ് ആണ്, അറിയാലോ. ഈ സവാള നമ്മുടെ ഇവിടെ ഒരു റെഡ് കളറുള്ള അവിടെ ആകുമ്പോൾ വൈറ്റ് ഓണിയൻ ആണ്. വൈറ്റ് ഓണിയൻ ചോപ്പ് ചെയ്തിട്ടാണ് അവരിടുന്നത്. അതിന്റെ ഫ്ലേവർ കുറച്ച് വ്യത്യാസമുണ്ട്, കുറച്ചുകൂടെ വാട്ടർ ഉണ്ട്. അതേപോലെ ഇനിയിപ്പോ ഇതിനകത്തും ഇതേ സാധനം ആ സ്പിനച്ചിന് വേണ്ടിയിട്ടാണ് ഇത്. ബട്ടർ ഉരുകുന്നതിന്റെ തന്നെ ഇതിലും കുറച്ച് ചെറിയ ഉള്ളി അതേപോലെ ഇട്ടു, ലേശം ഗാർലിക്, ഗ്രീൻ ചില്ലി, വീട്ടിലുള്ള അതേ സാധനം വെച്ച് അത് തന്നെ സിമ്പിൾ സാധനങ്ങളാണ്. ആകെ മേടിക്കേണ്ട ബട്ടർ ഇല്ലെങ്കിൽ ബട്ടർ മേടിക്കണം. ബട്ടർ ഇല്ലെങ്കിൽ നോർമൽ ഓയിൽ ആയാലും മതി. ബട്ടർ ആകുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ ഇങ്ങനെയൊക്കെയുള്ള, കാരണം ഇതിനകത്ത് നമ്മുടെ വേറെ സ്പൈസസോ നമ്മുടെ സാധാരണ നമുക്ക് ഇഷ്ടപ്പെടുന്ന മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ചേരുമ്പോൾ ഉണ്ടാവുന്ന രുചിയല്ല ഇത്. അപ്പൊ ഇത് ബട്ടർ ആകുമ്പോൾ കുറച്ചുകൂടെ വേറെ തരം കുറച്ച് റിച്ച്. ഇതിപ്പോ സോൾട്ടഡ് ബട്ടർ ആണോ? അതെ അതെ അതെ, സോൾട്ടഡ് ബട്ടർ. എന്നിട്ടും നമ്മൾ കല്ലുപ്പ് ചേർക്കും. സോൾട്ടഡ് ബട്ടർ അതൊരു ലൈറ്റ്, നമുക്ക് അതിന്റെ ഡിഷിന് മൊത്തം ആഡ് ചെയ്യേണ്ട അത്ര സോൾട്ട് ഒരിക്കലും ബട്ടറിന് ഉണ്ടാവില്ല, ജസ്റ്റ് ഫ്ലേവർ ആണ്. ഇത് പാലക്കാണ്. പാലക്ക് വലിയ ഇലയായിട്ട് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞതേ ഉള്ളൂ, അത് ജസ്റ്റ് ഇതിനകത്തുനിന്ന് ഇടുന്നു. ഈ മത്തി വേറെ ഒന്നും ചെയ്യണ്ട, ഇങ്ങനെ പാനിനകത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഗ്രില്ല് ചെയ്ത് മാത്രം എടുത്താൽ മതി. അതിന് കുറച്ചുകൂടെ ഒക്കെ സ്പൈസ് ആഡ് ചെയ്യാനായിട്ട് കുറച്ചുകൂടെ കുരുമുളക്, വെറും ഉപ്പും കുരുമുളകും ആ മീനിന്റെ സ്വാദ് കിട്ടാൻ വേണ്ടിയാണ്. ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇതൊരു ഫുൾ ഹെൽത്തി മീലായിട്ടൊക്കെ ആളുകൾ ഡിന്നറിന് കഴിക്കുന്നതാണ്. ഇത്രയും മതി. ഇതൊരു ഫുൾ സാലഡ് പോലെയാണ്. ഇത് ജസ്റ്റ് വിൽട്ടി ചെയ്തേ ഉള്ളൂ. വാട്ടിയെടുക്കുന്ന ഇലയുടെ മേലെ ഈ ഫിഷ് ഇടും, ഫിഷും ഇതുമായിട്ട് കഴിക്കും. അവർ ഇതിന്റെ കൂടെ വൈനൊക്കെ കുടിച്ചിട്ടാണ് സാധാരണ അവിടെ. ഇതിപ്പോ നമുക്ക് മത്തി അല്ലാതെ വലിയ മീനില്ലേ, ഏനി ഫിഷ്. ഇതിപ്പോ മത്തി അവിടെ ആ ഒരു സീസൺ സമയത്ത് സാഡിൻസ് ആണ്, അതല്ലെങ്കിൽ അയലയാണ് അയല. ഇപ്പൊ നെയ്മീനാണെ നെയ്മീൻ, കരിമീനാണെ കരിമീൻ, ആവൂലിയാണെ ആവൂലി. അതൊക്കെ ഓരോരോ ഫിഷിന്റെ വ്യത്യാസമാണ്. പ്രിപ്പറേഷൻ ഒക്കെ സെയിം ആയിരിക്കും. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ. ഇത് ഓൾറെഡി ആയി കഴിഞ്ഞു. ഇനി ഇതിനകത്ത് കുറച്ച് നമ്മൾ സോൾട്ടിന് വേണ്ടിയിട്ട് ലേശം കല്ലുപ്പിടുകയാണ് ഇതിനും ആ പാലക്കിന് വേണ്ടിയിട്ട്. ബട്ടറിന്റെ ഫ്ലേവർ എനിക്ക് നല്ലതായിട്ട് വരുന്നുണ്ട്. വീട്ടില് ബട്ടർ കട്ട് തിന്നുന്ന ഒരാളാണ് ഞാൻ. അതും സോൾട്ടഡ് ബട്ടർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ കുട്ടികൾക്കൊക്കെ എന്തുതരം ഭക്ഷണമാണ് ഇഷ്ടപ്പെടുന്നത്? അല്ല അവർക്ക് എന്തൊക്കെയാണ്? അവരും എന്നെ പോലെ നോൺ വെജ് ഇഷ്ടമാണ്. നോൺ വെജ് ഉണ്ടെങ്കിൽ അത്യാവശ്യം ചോറ് കഴിക്കുന്ന കൂട്ടത്തിലുള്ള പിള്ളേരാണ്. നോൺ വെജ് ഇല്ലെങ്കിൽ അമ്മ നോ കഴിക്കത്തേ ഇല്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ് കഴിക്കാൻ. എന്നേലും അതായത് അവർക്ക് ചിക്കനോ മീനോ വേണം. മീൻ വറുത്തം ഉണ്ടെങ്കിൽ കുറച്ചെങ്കിലും ചോറ് അകത്തോട്ട് ചെയ്യും. അതെ, നമ്മുടെ ഫിഷും സ്പിനച്ചും ടേസ്റ്റ് ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട്. എന്റെ കളർ ബട്ടറിനകത്ത് ഗാർലിക്കും സീ സോൾട്ടും ബ്ലാക്ക് പെപ്പറും
സാഡിൻ ഗ്രില്ല് ചെയ്ത പാൻ ഫ്രൈഡ് ചെയ്ത ഡിഷാണ്. ഇത്രയും വലിയ തള്ളൊക്കെ കൊടുത്ത് പറഞ്ഞാണ്. ശരിക്കും മത്തി ഇച്ചിരി വെണ്ണയ്ക്കകത്ത് ഉപ്പും കുരുമുളകും കിട്ടും. ഇത്രയേ ഉള്ളൂ. വെളുത്തുള്ളി അതെ. ഓക്കെ. ബട്ടറിന്റെ ഫ്ലേവർ ഉണ്ട്, ഉപ്പും ഉണ്ട്. ഉപ്പ് കൂടിയിട്ടും ഇല്ല കുറഞ്ഞിട്ടും ഇല്ല. കറക്റ്റ്. നല്ലതായിട്ട് എനിക്ക് അതുകൊണ്ടാണ് ഞാൻ തരാതിരുന്നത്. ഒരെണ്ണം കഴിക്കാതെ പറഞ്ഞ് വീണ്ടും കഴിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ ഈ മത്തിയുടെ റെസിപ്പി നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യണം. ഫിഷ് വാങ്ങിച്ച് കഴുകി വൃത്തിയാക്കി വരഞ്ഞ് കല്ലുപ്പും ചതച്ച കുരുമുളകും ഇട്ട് ഒരിത്തിരി പൊടിക്ക് ഗാർലിക് കൂടി ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് മറിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഒരു പാൻ നന്നായിട്ട് ചൂടാക്കി ബട്ടർ ഒന്ന് മെൽറ്റ് ആകുമ്പം ഈ മറിനേറ്റ് ചെയ്ത ഫിഷ് ഇടുക. അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയോ അല്ലെങ്കിൽ സവാള പൊടിയായിട്ട് അരിഞ്ഞതോ പച്ചമുളകൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഗ്രില്ല് ചെയ്യുക. ഒന്നും ഇളക്കി ഒന്നും വേണ്ട. ജസ്റ്റ് ഒരു 2-3 മിനിറ്റ്സിന് ശേഷം ഒന്ന് ഗ്രില്ല് ചെയ്തെടുത്ത് മാത്രം മതി. വീണ്ടും ഒരു പാനിനകത്ത്, അല്ലെങ്കിൽ അത് ഫിഷ് ഗ്രില്ല് ചെയ്തിട്ട് അതേ പാനിൽ വേണമെങ്കിലും ചെയ്യാം. ഫിഷ് ഗ്രില്ല് ചെയ്ത് മാറ്റിയിട്ട് വീണ്ടും ഇത്തിരി ബട്ടർ ഒഴിച്ചിട്ട് പാലക്ക് അല്ലെങ്കിൽ ബേബി സ്പിനച്ച് അല്ലെങ്കിൽ നമ്മുടെ നാടൻ ചീര ഇലയായാലും മതി. ആ ചീരയിലയും ചെറിയ ഉള്ളിയും പച്ചമുളക് വെളുത്തുള്ളി എല്ലാം കൂടെ ബട്ടർ മെൽറ്റ് ആക്കിയിട്ട് ഒരു 2 മിനിറ്റ്സ് ഈ ഇലയും കൂടെ ഒന്ന് വാട്ടിയെടുത്തിട്ട് ആവശ്യത്തിന് കല്ലുപ്പിടുക. എന്നിട്ട് ഈ ഇലയുടെ മേലെ ഈ വിൾട്ട് ചെയ്ത വാട്ടിയെടുത്ത പാലക്കിൻ്റെ മേലെ സാൾട്ട് ആൻഡ് ബ്ലാക്ക് പെപ്പർ വെച്ച് ഗ്രില്ല് ചെയ്ത ഫിഷ് വാട്ട് കഴിക്കുക. അടിപൊളിയാണ്. ഓക്കെ. പിന്നെ നമ്മുടെ ഈ ഒരു സെഷൻ്റെ കൂടെ വേറെ പ്രത്യേകത, നമ്മൾ ഫുഡുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പല ആൾക്കാർ ഒത്തിരി ഇൻസ്പയറിംഗ് സ്റ്റോറീസ് ഒക്കെ ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. അദ്ദേഹം ദുബൈയിലാണ്, കുറേ വർഷമായിട്ട് തിരുവനന്തപുരത്ത് താമസിച്ചുകൊണ്ടിരുന്നു. ഫുഡുമായിട്ട് ബന്ധപ്പെട്ട ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ കഥ എന്താണെന്ന് നമുക്ക് നേരിട്ട് ചോദിക്കാം. നൗഷാദ് ഫ്രം ദുബായ്. ഞാൻ നൗഷാദ്, ഇപ്പോൾ ദുബൈയിൽ ബിസിനസ് ചെയ്യുന്നു. ഇവിടെ നാട്ടിൽ ട്രിവാൻഡ്രത്താണ്. പുരാതന റെസിപ്പികളൊക്കെ എടുത്ത് ചെയ്യുകയാണ് ഇപ്പോഴത്തെ മെയിൻ. ദുബൈയിൽ തന്നെ ഏതാണ്ട് ഒരു 10-40 ഷോപ്പുകളിൽ എൻ്റെ റെസിപ്പികൾ ഞാനിപ്പോൾ കൊടുത്തിട്ടുണ്ട്. അത് നല്ല രീതിയിൽ പോകുന്നു. എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, നൗഷാദ് വ്ളോഗ്സ് എന്നാണ് അതിൻ്റെ പേര്. ഞാൻ കൂടുതലും ട്രാവൽ ആൻഡ് ഫുഡാണ് അതിൽ ചെയ്യുന്ന മെയിനായിട്ട്. 10,000+ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇപ്പോൾ. ഇതൊരു റെയർ കോമ്പിനേഷനാണ്. കത്തിരിക്കായും മുട്ടയും എന്ന് പറയും നാടൻ ഭാഷയിൽ പറഞ്ഞാൽ, അല്ലെങ്കിൽ മുട്ടയും വഴുതനങ്ങ. ബ്രിഞ്ചോള് നമ്മുടെ മിഡിൽ ഈസ്റ്റിലും ഈജിപ്തിലും ലെബനോണിലും എല്ലായിടത്തും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അതെ. അവിടെ നമുക്കിപ്പോൾ അവിടെ മുത്തപ്പൽ ഉണ്ടാക്കാൻ എല്ലാത്തിനും ഉപയോഗിക്കുന്നത്. ഇതിന് വേറൊരു കഥയുണ്ട്. ഈ പത്തനംതിട്ട, അടൂര്, പന്തളം, കോന്നി, കുമ്മണ്ണൂർ, ഞാൻ കോന്നിക്കടുത്ത് കുമ്മണ്ണൂർക്കാരനാണ്. അപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ ഈ ഒരു കറി ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഉണ്ടാക്കും, വീടുകളിൽ ഉണ്ടാക്കും. ഈ സാധനം ഒരു ഹോട്ടലിലും അവൈലബിൾ അല്ല. ഷെഫ് പോലും കഴിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ പെൺകുട്ടികളൊക്കെ ഗർഭിണിയായിട്ട് 7-ാം മാസം കുടുംബത്തേക്ക് വിളിച്ചിട്ട് വരുമല്ലോ. അതെ. ആ കുടുംബത്തോട്ട് വിളിച്ചിട്ട് വന്നു കഴിഞ്ഞിട്ട് ഈ കുട്ടികളെ കാണാൻ പോകും നമ്മൾ, ബന്ധുക്കളൊക്കെ. അതെ. അത് കാണാൻ പോകുമ്പോഴേ നമ്മൾ വിളിച്ച് പറഞ്ഞിട്ടേ പോകുള്ളൂ. അതെ. അപ്പം അങ്ങനെ ഒരു പൊതി ഉണ്ടാക്കും, വലിയൊരു പൊതി. ആ വീട്ടിൽ 7 പേരുണ്ടെങ്കിൽ 7 മുട്ടയൊക്കെ വെച്ചിട്ട് വലിയൊരു പൊതി ഉണ്ടാകും, ഒറ്റ പൊതി. ആ ഒറ്റ പൊതിയിൽ നിന്ന് എല്ലാവർക്കും കഴിക്കാൻ പറ്റും. അതിൻ്റെ ചോറിൻ്റെ നടുക്ക് ഒരു ചമ്മന്തി വെക്കും. മുളകിട്ട, ചുമന്ന മുളകിട്ട ചമ്മന്തിയാണ്, ഇഞ്ചിയൊക്കെ ഇട്ട ചമ്മന്തിയാണ്. ഞാനിത് പച്ചമാങ്ങ ഇട്ടത്, ഷെഫിന് മാങ്ങ ഭയങ്കര വീക്ക്നെസ്. അപ്പം ഞാൻ ഓർത്തതിൽ അതിൻ്റെ കൂടെ ഒരു തോരനോ 2 തോരനോ കാണും. വേണമെങ്കിൽ ഒരു ഫിഷ് ഫ്രൈ, മീൻ വറുത്തത്. അതും സാധാരണ ഉണക്കമീനാണ്. ഉണക്കയായാലും അത് ഈ കറിയിൽ വിടാറുണ്ട് ചിലർ. ഈ കറിയുടെ കൺസിസ്റ്റൻസിയും നമ്മൾ ചപ്പാത്തിക്ക് ഇതിനൊക്കെ ആകുമ്പോൾ, ഈ പൊതിച്ചോറിനാകുമ്പോൾ ഈ കൺസിസ്റ്റൻസിയാണ് കറക്റ്റ്. അല്ലെങ്കിൽ വെള്ളമായിട്ട് തന്നെ ഇരിക്കും, നമ്മൾ കുറുക്കാതിരിക്കും. ഇത് കാണുമ്പോൾ ഇത് ശരിക്കും ഇങ്ങനെ ഒരു സംഭവം ശ്രീലങ്കയിലുണ്ട്, ലാംപ്രിയാസ് എന്നാണ് അവർ പറയുക. നമ്മുടെ ഒരു പൊതിച്ചോറിന്റെ വേറൊരു വേർഷനാണ് ഈ പറഞ്ഞ മുട്ട. നമ്മുടെ മുട്ട, കുറച്ച് മീറ്റ് ഉണ്ടാവും, മുട്ടയുണ്ടാവും, ചോറുണ്ടാവും. ഇതുപോലെ നമ്മുടെ പൊതി പോലെ കെട്ടിയിട്ടുള്ള അവിടുത്തെ ഒരു സ്പെഷ്യൽ സാധനമാണ്. അതിനകത്തൊരു കട്ട്ലറ്റ് ഉണ്ടാവും, കുറേ സാധനം ഉണ്ടാവും. അപ്പോൾ ഈ വഴുതനങ്ങ അതിൻ്റെ ഒരു മസ്റ്റാണ് അവരുടെ. അപ്പോൾ അത് എനിക്ക് പെട്ടെന്ന്, നമ്മുടെ ഇപ്പോൾ പൊതിച്ചോറിന് വഴുതനങ്ങ നിർബന്ധമൊന്നുമില്ല. അത് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ വഴുതനങ്ങ വെച്ച് മെഴുക്കുവരട്ടി ചമ്മന്തിയൊക്കെ ആണ് വേറെ എങ്ങനെയുള്ള സാധനം. ഇത് വന്നിട്ട് ഇത് ആ പൊതി അങ്ങനെ ഒരു കുംഭം പോലെ ഇരിക്കും. നമ്മളൊരു പുതിയ തോർത്ത് വാങ്ങിച്ച അതിലാണ്. എന്നിട്ട് ഒരു പൊതി കെട്ടിയിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കണം. ഒരുമിച്ചിരുന്നാണ് കഴിക്കുന്നത്. ഇത് അവിടെ തന്ന മുത്തശ്ശിമാരൊക്കെ ഇത് അഴിക്കുമ്പോൾ
ഇത് അഴിക്കുമ്പോൾ ഇത് വിടരുന്ന അനുസരിച്ചിട്ട് കുട്ടി ആണാണോ പെണ്ണാണോ അയ്യോ അത് അടിപൊളി. അങ്ങനെ ഒരു കഥയുണ്ട്. പിന്നെ ഇതൊരു ദേശത്തിന്റെ ഫുഡാണ്, അതെ, ഒരു റെയർ ഫുഡാണ്. സത്യം പറഞ്ഞാൽ ഞാനിത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. മുട്ട വഴുതനങ്ങ അല്ലെ കത്തിരിക്ക മുട്ടക്കറി, എങ്ങനെയാണോ? കത്തിരിക്ക മുട്ടക്കറി എന്ന് ലോക്കലായിട്ട് പറയും, അല്ലെ മുട്ടയും വഴുതനങ്ങ എന്ന് പറയാം. ഞാൻ നിറം കാണുമ്പോൾ തന്നെ അറിയാം. നമ്മൾ സാധാരണ ഈ വഴുതനങ്ങയൊക്കെ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി കഴിക്കാറുണ്ട്, അല്ലെങ്കിൽ വഴുതനങ്ങ സാമ്പാറിനകത്തിടും, അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും കറിയുടെ ഒരു ഒരു കൂട്ട്, ഒരു മലയാളികൾ വഴുതനങ്ങനെ ഏതെങ്കിലുമൊക്കെ കറിയുടെ കൂടെ ഇടുന്ന മാത്രം ഒരു സാധനമായിട്ടാണ്. പക്ഷേ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ വഴുതനയ്ക്ക് ഇത്രയും പ്രശസ്തി. ഓരോ സ്ഥലത്ത് ഇപ്പം നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഏറ്റവും ഫേമസ് ബേഗൻ ഭർത്ത എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ബേഗൻ ഇതുണ്ട്, ആലു ബേഗൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് വഴുതനങ്ങ. പേർഷ്യൻ ക്വിസിനിലൊക്കെ വഴുതനങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത് വേറൊരു തരത്തിലാണ്. മലയാളികൾ വഴുതനയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കും. എനിക്ക് ആദ്യം ഇഷ്ടമില്ലാത്തൊരു പച്ചക്കറിയാണ്. ചെറുപ്പത്തിലുള്ള പിള്ളേർക്കാർക്കും ഇഷ്ടം, പക്ഷെ വലുതാവും തോറും നമ്മൾ ഈ സാധനത്തിന് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ. എൻ്റെ വീട്ടിലുണ്ടാക്കാറുണ്ട്. പുള്ളി ബോംബെയിലാണ് സെറ്റിൽഡ് മലയാളിയാണ് എൻ്റെ ഹസ്ബൻഡ്. അപ്പൊ പുള്ളിക്ക് ബേഗൻ ഭർത്ത ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിത് ഉണ്ടാക്കാൻ അറിയത്തില്ല, അത് പുള്ളി സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കാറുണ്ട് ബേഗൻ ഭർത്ത. ഇത് ഞാൻ താറാമുട്ടയാണ് ഉപയോഗിച്ചേക്കുന്നത്. ഡെക്ക് എക്സ് ആണ് അതിന്റെ. ഡെക്ക് എക്സിനുണ്ടോ ഈ കളറാണ് ഇത് ഇവിടുത്തെ ഒരു കുട്ടനാട്ടിലൊക്കെ കിട്ടുന്നത്. കുട്ടനാട് പോയി വാങ്ങി ഈ നമ്മൾ താറാമുട്ട വാങ്ങിച്ചാൽ ചിലപ്പോൾ അതിന്റെ സാധാരണ അതിന്റെ മുട്ടയുടെ മഞ്ഞ കരു എന്ന് പറയും. പക്ഷെ കുട്ടനാടുള്ള താറാവിന്റെ പ്രത്യേകതയാണ് ഈ ഒരു ഓറഞ്ചിഷ് കളറിൽ വരുന്നത്. ഇത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. ഞാൻ കഴിച്ചു തുടങ്ങാം. പ്ലീസ് കഴിച്ചോളൂ. ഞാൻ കഴിച്ചു തുടങ്ങാം. പ്ലീസ് കഴിച്ചോളൂ. ഉലുവയും കടുക് ഇട്ട് വറുത്തിട്ട് എന്താ പറയുന്നത്, ഗരം മസാലയും ബ്രോക്കൺ മസാല, ഇച്ചിരി തക്കോലവും കറുവാപ്പട്ടയും ഒരു ഏലക്ക ഇട്ടിട്ട് പിന്നെ അതിൽ മുട്ട വഴുതനങ്ങ ഇട്ടിട്ട് അതിൽ മുട്ടയിട്ട് വഴറ്റിയിട്ട് പിന്നെയാണ് നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി അവസാനം ചേർക്കുന്നുള്ളൂ. അതിൻ്റെ റോ ഫീലിങ്ങും കിട്ടും. സംഭവം കൊള്ളാം. എനിക്ക് വഴുതനങ്ങ അത്ര ഇഷ്ടമില്ലാത്ത ഒരാളാണ്, പക്ഷെ ഇതിന്റെ കൂടെ വന്നപ്പോൾ ഇത് നല്ല ചോറും ചപ്പാത്തിയായിട്ട് കറക്റ്റായിട്ട് പോകുന്നൊരു കറിയാണ്. അത് മാത്രമല്ല ഇദ്ദേഹം ഇത് ദുബൈയിൽ നിന്ന് ഇതിനു വേണ്ടിയിട്ട് ട്രാവൽ ചെയ്ത് വന്നു എന്ന് അറിയുമ്പോൾ തന്നെ താങ്ക് യു ബ്രോ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇത് എന്താണ് നൗഷാദ് ചെയ്യുന്നത് പറയൂ? ഞാൻ ഇപ്പം ബിസിനസ്സാണ്. ഇപ്പോഴെല്ലാം കഴിഞ്ഞ ഒരു 30 വർഷമായിട്ട് ബിസിനസ് തന്നെയാണ് ചെയ്യുന്നത്. ഒരു ട്രിവാൻഡ്രത്താണ് വീടൊക്കെ ഉള്ളത്. ഒരു 34 വർഷമായി ഇപ്പോൾ ദുബൈയിൽ എത്തിയിട്ട് തന്നെ. പിന്നെ എനിക്ക് മെയിനായിട്ടുള്ളത് ഒരു ബ്രോസ്റ്റിൻ്റെ ഒരു പൗഡറുണ്ട്. ഒരു കോട്ടഡ് പ്രോഡക്റ്റ് ആണ് നമ്മുടെ KFCയുടെ സിമ്പിൾ. അപ്പം ഞാനിതിപ്പോൾ ഈ അടുത്ത ഇടയ്ക്ക് ആഡിസബാബയിലെ ഒരു റെസ്റ്റോറൻറ്റ്, ജിബൂട്ടിയിൽ വരണം, രണ്ടും പോയി ഇതേ എൻ്റെ കോട്ടഡ് പ്രോഡക്റ്റ് വെച്ച് തേൺകിയായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ പ്രോഡക്റ്റ് ഒരു ബ്രോസ്റ്റിൻ്റെ പൗഡർ അവരൊറ്റ സിംഗിൾ പ്രോഡക്റ്റേ ഉള്ളൂ. ചിക്കനും സിംഗിൾ പ്രോഡക്റ്റ് ആണല്ലോ വോട്ട് ചെയ്യുന്നത്. അത് വിത്ത് സ്കിന്നാണ് ഇവിടെ എല്ലാം ചെയ്യുന്നത്. നമ്മുടെ SFC മാത്രം വിത്തൗട്ട് സ്കിൻ ചെയ്യുന്നു. ഇത് രണ്ടിലും ചെയ്യാം. കോവിഡിന് മുമ്പ് ഒരു 100-150 ഷോപ്പുകളിൽ പോകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 10-40 ഷോപ്പിലുണ്ട്. ബഹ്റിൻ, ഖത്തർ, സൗദി, മിഡിൽ ഈസ്റ്റ് എല്ലായിടത്തും പോകുന്നുണ്ട്. കേരളത്തിലേക്ക് എത്തിയോ? കേരളത്തിൽ എനിക്ക് 4-5 റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഫ്രാഞ്ചൈസ് കൊടുത്തത്. പിന്നെ ഇവിടുത്തെ ചില കോവിഡ് വന്നു ഇതൊക്കെ കൊണ്ട് അതൊക്കെ കുറച്ച് ഇതായിപ്പോയി. ഇത് കൂടാണ്ട് ഇദ്ദേഹം ഫ്ലവേഴ്സുമായിട്ട് ബന്ധമുണ്ട്. മേളം മറക്കാത്ത സ്വാദം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിന്റെ ഭാഗമായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഈ ഫ്ലോറിൽ കയറിയപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്ന അതാണ് നമ്മുടെ മരിച്ചുപോയ നൗഷാദ് ഖാൻ. അപ്പം അദ്ദേഹം എന്നെ നൗഷാദ് ഖാൻ എന്ന് വിളിക്കും, ഞാൻ അദ്ദേഹത്തിനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇക്കാന്ന് വിളിച്ചുകൊണ്ടിരുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഇതിൽ ശരിക്കും ആ ഓർമ്മയാണ് എനിക്ക് ഇവിടെ വന്നപ്പോൾ കിട്ടിയത്. നമ്മുടെ പഴയ നാട്ടിലുണ്ടായിരുന്ന അല്ലെ മുത്തശ്ശിമാരൊക്കെ ഉണ്ടാക്കിയിരുന്ന മറന്നുപോയ കുറേ റെസിപ്പികളുണ്ട്. അതിലൊന്നാണിത്. അപ്പോൾ അത് വീണ്ടും കാണാൻ പറ്റി. അപ്പോൾ ഇങ്ങനെ എൻ്റെ കഥ കേൾക്കാൻ പറ്റി. എന്തായാലും ഇത് ഭയങ്കര സന്തോഷമായിട്ട്. നാടൻ കുറേ ഉണ്ട്. ഉറപ്പായിട്ടും പക്ഷെ അതൊക്കെ ഞാനും നമ്മളും ഇനി കാണേണ്ടിയിരിക്കുന്നു. കാരണം നാടൻ നമ്മുടെ ഭക്ഷണങ്ങളെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുക, അതൊക്കെ വീണ്ടും ഇനി വരുന്ന തലമുറയ്ക്കൊക്കെ ആയിട്ട് നമ്മളിത് കണ്ടെത്തി അതിനെ ഡോക്യുമെന്റ് ചെയ്ത് വരുന്ന തലമുറയ്ക്കെല്ലാം ഇതൊക്കെ അനുഭവിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇതൊക്കെ ഒരു സ്ഥലത്ത് വെച്ച് അങ്ങ് നിന്നു പോകും. അതെ. അപ്പം താങ്ക് യു സോ മച്ച് ശാലു. ഒരുപാട് ഈ സന്തോഷം ഈ വീണ്ടും നമുക്ക് കാണാൻ പറ്റി. നേരത്തെ പറഞ്ഞ പോലെ പുതിയ ഒത്തിരി പ്രൊജക്റ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചൂസ് ചെയ്യാൻ പറ്റുന്ന വർഷയെക്കാട്ടിൽ മികച്ച വേഷങ്ങൾ വരട്ടെ എന്ന് ആശംസിക്കണം. അതുപോലെ നൗഷാദ് ഭായ് താങ്ക് യു. സന്തോഷം കാണാൻ പറ്റിയതിലും ഇതുപോലെ ഇത്രയും ദൂരെ ഇതിനുവേണ്ടി എഫർട്ട് എടുത്തുകൊണ്ട് വന്ന സ്നേഹത്തിന് നന്ദി. നമുക്ക് എന്തായാലും കാണാം. സന്തോഷം. ഈ ഒരു നിങ്ങളെ പറഞ്ഞ പോലെ ആ ഒരു ബ്രോസ്റ്റ് പൗഡറിൻ്റെ ബിസിനസ് ഗംഭീരമായിട്ട് പോട്ടെ. കേരളത്തിലും പണ്ട് കോവിഡിന് മുമ്പ് ഉണ്ടായിരുന്നതിനെക്കാട്ടിൽ കൂടുതൽ ഷോപ്പിലേക്ക് ആളുകൾ അത് ടേസ്റ്റ് ആയിട്ട് വരട്ടെ. ഈ ബിസിനസ് വിജയിക്കട്ടെ. അപ്പം രണ്ടുപേർക്കും വലിയൊരു നന്ദി. ഒത്തിരി ഗോൾഡ് വിന്നർ പ്രസൻസ് മാസ്റ്റർ ഷെഫ് പിള്ളെ 1 മിനിറ്റ് ബ്രേക്ക്ഫാസ്റ്റ് പാർട്ട്ണർ ഗ്രെയിൻ ആൻഡ് ഗ്രേസിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ ഇതുപോലുള്ള കുറേ കഥകളൊക്കെ ആയിട്ട് കുറേ ഗസ്റ്റൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരും. താങ്ക് യു സോ മച്ച്.